അല്ല, അത് ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും വിജ്ഞാപനം വരും. കാരണം ചില വകുപ്പുകളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്, ഫിഷറീസ്, അങ്ങനെ ചില തർക്കങ്ങളുണ്ട്. അത് ഇന്നത്തോടെ പരിഹരിച്ച് ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും നോട്ടിഫിക്കേഷൻ വരും. അല്ല, അത് ഘടകകക്ഷികളുമായിട്ടുള്ള തർക്കം പരിഹരിക്കുമ്പോൾ പാർട്ടിക്കകത്ത് ചില റീഅറേഞ്ച്മെൻറ്റ്സ് നടത്തേണ്ടി വരും. അത് മാത്രമേ ഉള്ളൂ. അല്ല, ഇപ്പം ഇന്നാവുമല്ലോ. ഇന്നലെയല്ലേ സത്യപ്രതിജ്ഞ കഴിഞ്ഞിട്ടുള്ളൂ. ഇന്ന് വിജ്ഞാപനം വരും. അത് ഏതാണ്ട് ധാരണ എത്തിയിട്ടുണ്ട്. അത് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുക, ജനങ്ങളുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്നൊരു വിഷയമാണല്ലോ. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് സർക്കാർ ആശുപത്രികളൊക്കെ മികച്ച ചികിത്സ ലഭിക്കുന്ന സംവിധാനം ഉണ്ടാവുക, ആവശ്യത്തിനുള്ള മരുന്നുകൾ ആശുപത്രിയിൽ ലഭ്യമാക്കുക, രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്ത് ആരംഭിക്കുക, അങ്ങനെയൊക്കെയുള്ള ലക്ഷ്യത്തോടുകൂടിയിട്ടാണ് ഇപ്പം മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കി നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഔദ്യോഗികമായിട്ട് പത്രസമ്മേളനം വിളിച്ച കാര്യങ്ങൾ വിശദീകരിക്കുക. അല്ല, അത് ഇന്നത്തോടെ പരിഹരിക്കും.